രതീഷ് ശേഖർ സംവിധാനം ചെയ്ത് അനൂപ് മേനോൻ, പിന്നെ ലാല്, പിന്നെ രേഖ എന്നൊരു ചേച്ചിയുണ്ട്. അവരാണ് ഫീമെയിൽ ലീഡ്. പിന്നെ കുറേ പേരുണ്ട്, കുറേ അമേരിക്കൻ മലയാളീസ് ഉണ്ട്. അവരൊക്കെ ചേർന്ന് അഭിനയിച്ച ഒരു സിനിമയാണ് ഇത്. ഞാൻ ആക്ച്വലി റിലീസിൻ്റെ അന്ന് തന്നെ കണ്ടതാണ്. പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ PVR 99 ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എൻ്റെ സമയ സാഹചര്യം അനുസരിച്ച് ഈ സിനിമയാണ് കാണാൻ പറ്റിയത്. പിന്നെ നിങ്ങളെ പോളിംഗ് ഒന്നും അധികം ഇല്ലായിരുന്നു, എന്നാലും പോയി കണ്ട് പിന്നെ അവർക്ക് മറ്റേ ബ്രീത്തിങ് സ്പേസ് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അവിടെ. അതുകൊണ്ട് ഞാനായിട്ട് വന്ന് നിന്നിട്ട് കുറച്ച് പൈസയൊക്കെ ഇറക്കിയിട്ടുണ്ട്, ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ മിണ്ടാതിരുന്നത്. സിനിമ തുടങ്ങി. സിനിമയുടെ എഡിറ്റിംഗ് പാറ്റേൺ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സിനിമയുടെ ക്യാമറ വർക്കും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളെ കല്യാണ വീഡിയോയിലൊക്കെ പയ്യന്മാർ മറ്റേ ഗിംബലൊക്കെ വെച്ചിട്ട് ഈ ക്യാൻഡിഡൊക്കെ എടുക്കണ അറിയാലോ, വിളക്കിൻ്റെ അടിയിൽ മറ്റേ പൂവിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അങ്ങനെ മറ്റേ പല രീതിയിലൊക്കെ ഫ്രെയിം ഇങ്ങനെ ഓരോരുത്തരുടെ ഇത് ഒപ്പിയെടുക്കുന്ന രീതിയിൽ കുറേ ഒപ്പിയെടുക്കുന്ന പരിപാടി ഇതിൽ അതാണ് ത്രൂ ഔട്ട് ഉള്ളത്. അതും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഫ്രെയിംസൊക്കെ പോകുന്നത്. KGF കണക്ക് പടപടയെന്നാണ് പോകുന്നത് ഫ്രെയിംസ്. പക്ഷേ ഇതെന്താണ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കേണ്ട ഒരു സമയമുണ്ടല്ലോ, അത് കിട്ടുന്നില്ല. ഞാൻ KGF ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യണമല്ലോ. പടം തുടങ്ങി ആദ്യം എന്തൊക്കെയോ പറയുന്നു, ഒരു അനൂപ് മേനോൻ്റെ വക കുറച്ച് പ്രഭാഷണവും കാര്യങ്ങളൊക്കെ മാസ് ഡയലോഗൊക്കെ ഉണ്ട്. അതങ്ങ് കഴിഞ്ഞ് പിന്നെ ഒരു ചിത്രാമ്മ പാടിയ ഒരു പാട്ട് വരുന്നുണ്ട്. ഒരു കൊച്ചിൻ്റെ ഇമോഷണൽ ഒരു സംഭവമാണ് അത്. പക്ഷേ ഭയങ്കര എനിക്ക് നന്നായിട്ടത് അത് ഫീൽ ചെയ്ത്. ആ ഇമോഷണലും ആ കൊച്ചിൻ്റെ അതും ആ പാട്ടുമൊക്കെ നല്ല രസമായിരുന്നു തിയേറ്ററിൽ. അതത്രയും നല്ല ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് അവിടെ തീർന്നു. പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ കാണിച്ച് വയ്ക്കലടേ. ഇതിൽ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ നമ്മൾ അധികം കണ്ട് പരിചയമുള്ള ആൾക്കാരൊന്നുമല്ല, അധികമൊന്നുമല്ല, കണ്ടിട്ടില്ല മിക്കവരും. അപ്പോൾ ഇത് ആരുടെ പേരൊക്കെ മറ്റേ ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര പേരുകളാണ്. അപ്പോൾ ഇത് ആരുടെ യാവനടയെന്ന് നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്തെടുക്കാനുള്ള സമയം വേണ്ടടേ. ആ സമയം ഉമർ തന്നിട്ടില്ല. ആ സമയം തരാതെ ഈ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ മറ്റേത് നമ്മളോട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം. അപ്പോൾ ഇതിൽ 3 പേര് വരുന്നുണ്ട്, 3 പയ്യന്മാരുണ്ട്. അതിൽ ഒരുത്തനാണ് പ്രശ്നമുള്ളത്. അപ്പോൾ ഇത് അവനാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ ഒരുപാട് സമയം എടുത്തു. ഇതിൽ 3 പേരിൽ ആരാണ്. കാരണം നമുക്ക് ഇവരുടെ മുഖം നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചെടുക്കാൻ ഒരു സമയം തരണ്ടേ. അതുപോലും തരാതെ, അത് മിക്കവരുടെ അഭിനയമൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യൽ, ഒട്ടുമിക്ക പേരുടെയും മേക്കപ്പൊക്കെ പക്ഷേ പക്കായിട്ട് എല്ലാവരും നല്ല നാച്ചുറലായിട്ട് പുട്ടിയൊക്കെ ഇട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അഭിനയമൊക്കെ ഞാൻ ആദ്യമായിട്ട് വരുന്നതല്ലേ, അപ്പോൾ നമുക്ക് അതൊന്നും വലിയ വിഷയമാക്കണ്ട. ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഇംഗ്ലീഷ് പടമാണെന്ന് തോന്നിപ്പോൾ. ഇംഗ്ലീഷ് പടം മലയാളത്തിൽ സബ് ടൈറ്റിലിട്ട് കാണിക്കുന്നത് ഭൂരിഭാഗവും നമ്മൾ സബ് ടൈറ്റിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സബ് ടൈറ്റിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അത് ഇംഗ്ലീഷ് പറയണതൊക്കെ മറ്റേ മദാമോൾ സായിപ്പോളൊക്കെയാണ് കൂടുതൽ ഇംഗ്ലീഷ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ സബ് ടൈറ്റിൽ വായിക്കുന്ന സമയത്ത് 50 ഫ്രെയിമും ഷോർട്ടും സീനും ഒക്കെ കടന്നു. അപ്പോൾ ഇതെന്താണ് അത് പോയി. പിന്നെ അവരെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ കണ്ടു നിൽത്ത സിനിമയാണ് ഇത്. സംഭവം എനിക്ക് തോന്നിയത് ചെക്ക് നമ്മളെ ഈ ചെസ്സ് കളിക്കുമ്പോൾ ചെക്ക്. അപ്പം ക്യൂവിനെ വെട്ടാനെന്നുള്ള ഭാവത്തിൽ കരുക്കൾ നീക്കുന്നു, കിങ്ങിനെ വെട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ആൾക്കാരെ ഫ്രണ്ടിലോട്ട് ഇറക്കുന്നു, ഓരോ കരുക്കളായിട്ട് വെട്ടിക്കളയുന്നു, പകരം വച്ചിട്ട് എതിരാളിക്ക് ചെക്ക് കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു സാധനമാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇവർ ഇറക്കിയത്. പക്ഷേ ഒത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. അത് ഒന്ന് ഇത്രയും അങ്ങോട്ട് ഒരു നോൺ ലീനിയറായിട്ട് പോവേണ്ട കാര്യമൊന്നുമില്ല ഒരു സിനിമ. അറ്റ്ലീസ്റ്റ് കുറച്ച് സമയമെങ്കിലും ഒന്ന് സമയമെടുത്ത് സംഭവം മനസ്സിലാക്കണം. ഇതിൽ ഉള്ള സമയമൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ഈ അനൂപ് മേനോൻ്റെ ഈ ഫിലോസഫി മറ്റേ ഇത് പരസ്പര ബന്ധമില്ലാതെ അനൂപ് മേനോൻ മാത്രമാണെങ്കിൽ പോട്ട് ഈ സിനിമയിലായിട്ട് ഒട്ടുമിക്ക പേർക്ക് ഈ ഒരു അസുഖമുണ്ട്, ഫിലോസഫി പറച്ചിൽ. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ മറ്റേ തമിഴ് പടം 2 എന്നൊരു സിനിമയുണ്ട്, സ്പൂഫ് പടമാണ്. അതിൽ ഒരു കലവര നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നായകൻ വരുന്നു, ഒരു ഇഡ്ഡലി എടുത്തിട്ട് ഒരു ഇഡ്ഡലി എന്നുള്ളൊരു കഥ തുടങ്ങും. എന്നിട്ട് ഇഡ്ഡലിയായിട്ട് ബന്ധമില്ലാതെ അമേരിക്ക യുദ്ധം, മറ്റത് ദാരിദ്ര്യം, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കൊണയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൊണയടിച്ചുകൊണ്ടിരിക്കുമ്പം ആൾക്കാർക്ക് അവസാനം മനസ്സ് മടുത്ത്, അയ്യാ സ്വാമി നമ്മളിനി കലവരമൊന്നും ചെയ്യൂല, സമ്മതിച്ച് ഞാൻ എടുത്തോട്ട്, അപ്പം നമ്മളിനി കലവരമൊന്നും ചെയ്യൂല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ നിർത്തിയിട്ട് പോയാൽ മതി, നിങ്ങൾ ദയവായിട്ട് ഉപദേശിക്കുന്നത് വരരുതെന്ന് പറയും പോലെയാണ്. തോക്കിൻ്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ എന്തൊക്കെയോ പരസ്പരമൊന്നുമില്ല, അത് ലോകത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പം രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അനുഭാവികൾക്കൊക്കെ അവർ നിർബന്ധിച്ച് ഇന്ന പരിപാടിക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞോടൊക്കെ വിളിച്ചുകൊണ്ട് പോകും. ഇന്ന പ്രസംഗം ഫുള്ള് കേൾക്കണം, ആൾ കാണണം, സീറ്റ് കാലിയാക്കി കിട്ടുന്ന നേതാവിന് നാണക്കേടാണെന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ചിരുന്നത് ഇങ്ങനെ കേൾക്കേണ്ടി വരും. ഇടയ്ക്ക് വെച്ച് മൊബൈൽ പോലും നോക്കാൻ പറ്റില്ല. അപ്പം അവർ ഇൻസൾട്ട് ചെയ്യുമ്പോൾ തോന്നിയാലോ, എൻ്റെ മൊബൈലൊക്കെ നോക്കാതെ ഇങ്ങനെ ഇരുന്ന് മിഴിച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കണം ഈ പ്രഭാഷണമൊക്കെ. എന്ത് പറയണത് തേങ്ങയാണെന്ന് പറയണമെന്ന് അറിഞ്ഞുകൂടാ, കേൾക്കണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരുന്ന് മായം വളർന്നിരുന്ന് കാണുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ കടന്നു പോയടേ. ഇത് ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും. ഇതൊക്കെ ഇത്രയും വലിയൊരു സാധനം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഒന്നും എനിക്കില്ല. കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറേ ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഷിഫ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട്, ക്യാരക്ടർ ഷിഫ്റ്റിങ്ങും സീനുകളൊക്കെ അവസാനമൊക്കെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇത് ട്വിസ്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒറിജിനൽ സാധനം എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവേണ്ടി, അത് മനസ്സിലായിട്ടില്ല.
എപ്പോൾ തിരിച്ചു നോക്കിയോടെ നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ട് പടം മോശമാണെന്നാണല്ലോ നീ പറഞ്ഞു. നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിൻ്റെ കുഴപ്പമായിരിക്കും. ഞാൻ പടം മോശമാണെന്ന് ഒരിടത്തും പറഞ്ഞില്ലടേ. എൻ്റെ കുഴപ്പമോ നിന്നെ ഞാൻ പറയണത്. എനിക്ക് മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. മനസ്സിലാവാത്ത കാര്യം വന്ന് നിന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കിപ്പിച്ച് തരാനൊന്നും പഠിച്ച് ഒന്നുകൂടെ കണ്ട് അതിനുള്ള സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നല്ലത്. പിന്നെ ഇതിൽ കൊള്ളാമെന്ന് തോന്നിയ 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സൗണ്ട് മിക്സിങ് നല്ല രസമുണ്ട്. അതുപോലെ സ്കോറും ഈ പറഞ്ഞ പാട്ടും ഒക്കെ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. സൗണ്ട് ഭയങ്കര ബ്രഹ്മാണ്ടമായിട്ടൊക്കെയാണ് സൗണ്ടൊക്കെ. വലിയ ഏതോ മറ്റേ ഡോൺ ഗ്യാങ്സ്റ്റർ പടത്തിലെടുത്തിക്കും പോലെയൊക്കെ സംഭവങ്ങൾ വന്നത്. ഈ പറഞ്ഞ ഈ എഡിറ്റിംഗ് ഇത് തന്നെ പടപടെ കട്ട്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവർ ഒരുപാട് സാധനങ്ങൾ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു സിനിമയാക്കി നമുക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാതിരിക്കുക, അതൊക്കെ നിങ്ങളിഷ്ടം. ഞാൻ എന്തായാലും എനിക്കിതായിരുന്നു ഇതിൻ്റെ അവസ്ഥ. എന്തരാ വരട്ടെ.